Hello friends, welcome to Zeal to Know. അപ്പോൾ Zeal to Know ഒരു പുതിയ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ CPCയുടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. CPC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ICD ആണ്. ICD 10CM. ICD 10CMന്റെ നമ്മുടെ ചാപ്റ്റർ 13 ആണ് ഇന്നത്തേത്. ചാപ്റ്റർ 13 എന്ന് പറയുന്നത് ഡിസീസസ് ഓഫ് ദ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ആൻഡ് ദ കണക്റ്റീവ് ടിഷ്യൂ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വന്നിട്ട് ചാപ്റ്റർ 12 ഡിസ്കസ് ചെയ്തായിരുന്നു. 12ൽ നമ്മൾ സ്കിന്നും അതിൻ്റെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസും ഒക്കെ ഉള്ള അതിലൊക്കെ വരുന്ന ഡിസീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് മുമ്പ് നമ്മളിങ്ങനെ ഓരോ പാർട്ടായിട്ട് നമ്മൾ കവർ ചെയ്ത് വരുവാണ്. അപ്പം ഞാൻ പറയുന്നത് കീ ഗൈഡ് ലൈൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട ഗൈഡ് ലൈൻസ് ആണ്. അല്ലാതെയും ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓൾറൈറ്റ്, അല്ലാതെ കുറച്ചൊക്കെ ഞാൻ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ചില ചാപ്റ്റേഴ്സിൽ അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത എന്ന് വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല, പക്ഷെ നമുക്ക് ഡെയിലി ലൈഫിൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യം വരുന്നതാണ്. സോ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് വായിക്കണം. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഇത് മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കാം. അപ്പം ഇതുവരെ ഇത് ലിങ്ക് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഐ മീൻ ഇതുവരെ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് പോയി നോക്കിയാൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്. സോ നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. സോ സ്റ്റഡി വെൽ, ബട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓൾറൈറ്റ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൈറ്റ് ആൻഡ് ലാറ്ററാലിറ്റി ആണ്. ലാറ്ററാലിറ്റി എല്ലാവർക്കും അറിയാം. ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എന്നുള്ളതൊരു ഇതാണ് ലാറ്ററാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സൈറ്റ് വരുന്നത് നമുക്ക് ജോയിന്റ് വരാം, ബോൺസ് വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വന്നാലും ലൈക്ക് ചില ഡിസീസസ് ഉണ്ട് നമുക്ക് ഒരു സൈറ്റിലായിരിക്കും എഫക്ട് ചെയ്യുന്നത്. സോ ഒരു സൈറ്റ് എഫക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്നിട്ട് ആ സൈറ്റ് ആണെന്ന് പറഞ്ഞ് കോഡ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് പോലുള്ള രോഗങ്ങളാണെങ്കിൽ മൾട്ടിപ്പിൾ സൈറ്റ്സിലായിരിക്കും പ്രശ്നങ്ങൾ വരിക, അല്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ സൈറ്റ്സിൻ്റെ കോഡ് ഉണ്ടാവും. സോ ആ കോഡ് ഉണ്ടോ എന്ന് നോക്കുക. ഓസ്റ്റിയോ ആർത്രൈറ്റീസിനൊക്കെ ഉണ്ട്, മൾട്ടിപ്പിൾ സൈറ്റ്സ് കോഡ് ഉണ്ട്. അപ്പോൾ അത് എന്ന് കോഡ് ചെയ്താൽ മതി. ഇൻ കേസ് മൾട്ടിപ്പിൾ കേസ് കോഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്പിൾ കോഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ അങ്ങ് കോഡ് ചെയ്ത് വിടുക. പിന്നെ ഏതാണോ സിവിയറിറ്റി കൂടുതൽ അത് നമ്മൾ പ്രൈമറി ആക്കുക, ബാക്കിയെല്ലാം വന്നിട്ട് സെക്കൻഡറി ആയിട്ട് വിടുക. ഓൾറൈറ്റ്, അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോൺ വേഴ്സസ് ജോയിന്റ് ആണ്. ഓക്കെ, ചില കേസസിൽ നമ്മുടെ ബോണിന്റെ അപ്പർ ഓർ ലോവർ എൻഡിലായിരിക്കും എന്തെങ്കിലും ഡിസീസസ് വരിക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ വാസ്കുലർ നെക്രോസിസ് ഓഫ് ബോൺ വരാം, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് വരാം. ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ കേസ് എവിടെയാണ്? ലോവർ എൻഡോ അപ്പർ എൻഡോ ആയിരിക്കും. അപ്പം കാണിച്ചത് മാറിപ്പോയി. ലോവർ എൻഡോ അപ്പർ എൻഡോ ആയിരിക്കും. സോ എന്താ ഇവിടെ വരിക എന്ന് വെച്ചാൽ ഇപ്പം ജോയിന്റ് ആണെന്നുണ്ടെങ്കിലും ബോൺ ആയിരിക്കും ഇവിടെ സൈറ്റ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു. നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ജോയിന്റ് അല്ലേ എന്ന് ഓർത്ത് നമ്മൾ എന്തോർക്കും? ജോയിന്റിന്റെ അടുത്ത് കോഡ് ചെയ്യാമെന്ന് ഓർക്കും. ബട്ട് നോ, വി ഹാവ് ടു കോഡ് ബോൺ. ഓക്കെ, അപ്പൊ സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺ ആയിരിക്കും. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോഡിംഗ് ഓഫ് പത്തോളജിക്കൽ ഫ്രാക്ചർ. അപ്പം അങ്ങനെ ഫ്രാക്ചർ വരാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പം എന്താ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു 7th ക്യാരക്ടർ കാണും. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കോഡ് എന്ന് പറഞ്ഞാൽ 3 ക്യാരക്ടർ ടു 7th ക്യാരക്ടർ വരെയാണ് അതിൻ്റെ നമുക്ക് മാക്സിമം പറ്റുന്നത്. സോ ഇവിടെ 7th ക്യാരക്ടർ ഈ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഈ മസ്കുലോസ്കെലറ്റൽ പിന്നെ ബോൺസിൻ്റെയൊക്കെ കേസ്, അതുപോലെ തന്നെ സ്പ്രെയിന്, ഇതൊക്കെ വരുമ്പോൾ മാക്സിമം നമുക്ക് 7th ക്യാരക്ടർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം 7th ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ AO DO SO അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പം A എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹീലിംഗ് ഫേസ് ആയിരിക്കും, ചിലപ്പോൾ D എന്ന് പറഞ്ഞാൽ സീക്വലി ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്. അപ്പം നിങ്ങൾ ഇന്ന് നമ്മുടെ ബുക്കിൽ നോക്കുക, ആൽഫബറ്റിക് ഇൻഡെക്സിൽ നിന്ന് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ബുക്കിൽ നോക്കുമ്പോൾ നമുക്ക് ABCD അല്ലെങ്കിൽ എന്താണോ കറക്റ്റായിട്ട് അവരുടെ കോഡിങ് അത് കൊടുത്തിരിക്കും. അപ്പം എന്നിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ മാൽ യൂണിയൻ ആണോ നോൺ യൂണിയൻ ആണോ, ഓക്കെ, ഹീലിംഗ് ആണോ, റൂട്ടീൻ ഹീലിംഗ് നടക്കുന്നതാണോ, അതോ ഇപ്പം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ, അതോ ഹീലിംഗ് നടന്ന് കഴിഞ്ഞതാണോ ഒക്കെ നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കുക. 7th ക്യാരക്ടർ കോഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഞാൻ പറയില്ലേ, ഇപ്പം 3 ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരക്ടർ കോഡ് അല്ലെങ്കിൽ 3 ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞാൽ അതിൽ സ്പെസിഫിസിറ്റി സത്യം പറഞ്ഞാൽ കുറവായിരിക്കും. സോ 3 കഴിഞ്ഞ് എത്ര ക്യാരക്ടേഴ്സ് വരുന്നു അതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് രോഗമാണോ ആ രോഗത്തിൻ്റെ സ്പെസിഫിസിറ്റിയാണ് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ഇന്ന സൈഡിലാണ്. ഓക്കെ, ലാറ്ററാലിറ്റി പറയും ചിലപ്പം. ഓക്കെ, അപ്പോൾ പെയിൻ ഇൻ ഹാൻഡ് എന്നുള്ളതായിരിക്കും നമ്മുടെ ക്യാരക്ടർ കോഡ്. ഹാൻഡ് കഴിഞ്ഞാൽ അടുത്ത സ്പെസിഫിക്കേഷൻ എന്ത് വരും? പെയിൻ ഇൻ റൈറ്റ് ഹാൻഡ് ഉണ്ട്, പെയിൻ ഇൻ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട്, പെയിൻ ഇൻ ബോത്ത് ഹാൻഡ്സ് അല്ലെങ്കിൽ ബൈലാറ്ററൽ വരുമല്ലോ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിസിറ്റി കൂടുതൽ തരും. അതുപോലെ തന്നെയാണ് നമ്മുടെ 7th ക്യാരക്ടർ കോഡ്.
ഓക്കെ, 7th ക്യാരക്ടർ കോഡ് ഉള്ളതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ക്ലാസ് സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഇപ്പൊ നമ്മൾ പറയുന്ന സൈറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റമിക് ഡിസീസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? മിക്കവാറും എല്ലാ ബോൺസും മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റത്തിന് എല്ലാ ബോൺസും ഇത് എഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സൈറ്റ്സ് ഒന്നും ഒത്തിരി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള ഒരൊറ്റ കോഡ് തന്നെ ധാരാളം. അവിടെ വരുന്ന 2 കാര്യങ്ങളാണ് M80 and M81. ഈ 2 കോഡ്സ് എന്ന് വെച്ചാൽ കറന്റ് പത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ, അത് 2 മാത്രമേ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. M81 എന്ന് പറയുന്നത് വിത്തൗട്ട് കറന്റ് പത്തോളജിക്കൽ ഫ്രാക്ചർ ആണ്, മറ്റേത് വിത്ത് പത്തോളജിക്കൽ ഫ്രാക്ചർ. ഓൾറൈറ്റ്, എത്രേ ഉള്ളൂ. അല്ലാതെ ഓസ്റ്റിയോപോറോസിസ് അത്ര വലുതായിട്ടില്ല. പക്ഷെ ആ പത്തോളജിക്കൽ ഫ്രാക്ചറിന്റെ കേസ് ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക. M80 and M81 ആണ് നമ്മുടെ കോഡ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓസ്റ്റിയോപോറോസിസിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് വിത്തൗട്ട് കറന്റ് പത്തോളജിക്കൽ ഫ്രാക്ചർ, അത് പറയുമ്പോൾ തന്നെ കറന്റ് ആയിട്ടുള്ള ഫ്രാക്ചർ ഇല്ല എന്നാണ് മീനിങ്. ഓക്കെ, ചിലപ്പോൾ പഴയത് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ കറന്റ് ആയിട്ട് അവർക്കൊരു ഫ്രാക്ചർ ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ഓസ്റ്റിയോപോറോസിസ് കാരണമുള്ള ഫ്രാക്ചർ, ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല ട്രോമയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു ആക്സിഡന്റ് വന്ന് ഫ്രാക്ചർ ആയിട്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് കാരണം വരുന്ന ഫ്രാക്ചർ ആണെങ്കിൽ പത്തോളജിക്കൽ ഫ്രാക്ചർ ആണ്, വിത്തൗട്ട് പത്തോളജിക്കൽ ഫ്രാക്ചർ ആണെങ്കിൽ M81 നമുക്ക് ധൈര്യമായിട്ട് കോഡ് ചെയ്യാം. ഇൻ കേസ് ദാറ്റ്സ് എ ഹിസ്റ്ററി എന്ന് വെച്ചോ, ഇപ്പം അത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു കോഡുണ്ട്, ദാറ്റ് ഈസ് Z87.310. Z87.310. അപ്പോൾ ഈ ഒരു കോഡ് കൊടുത്താൽ മതി നമ്മൾ ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടി. എപ്പോഴും നമ്മുടെ Z കോഡ്സ് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, നമ്മുടെ ഹിസ്റ്ററിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ Z87.310. ഇനി വന്നിട്ട് നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് വിത്ത് കറന്റ് പത്തോളജിക്കൽ ഫ്രാക്ചർ. അപ്പം അങ്ങനെ ഒരു ഫ്രാക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓസ്റ്റിയോപോറോസിസ് ഉള്ള പേഷ്യൻറ്റിന്. അപ്പം കറന്റ് ആയിട്ട് ഈ എൻകൗണ്ടറിൽ ഒരു ഫ്രാക്ചർ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് M80 ധൈര്യമായിട്ട് കോഡ് ചെയ്യാം. ഇൻ കേസ് ഞാൻ മുമ്പേ പറഞ്ഞു ട്രോമയായിട്ടൊക്കെ ഇത് ചെയ്ത് നമ്മൾ ഓസ്റ്റിയോപോറോസിസിൻ്റെ കോഡ് എടുത്ത് കോഡ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റ് ഇന്ന് വന്ന് ട്രോമയായിട്ട് തന്നെ വന്നേക്കാം, പക്ഷെ ആ ട്രോമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫ്രാക്ചർ കോസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ സ്മോൾ ട്രോമ, ചുമ്മാ ഒന്ന് നടന്നു പോയപ്പോൾ ഒന്ന് സ്ലിപ്പായി, ഓക്കെ, ഒരു ചെറിയ സ്ലിപ്പിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളപ്പോൾ നമുക്കൊരു ഫ്രാക്ചർ വരാനുള്ള ചാൻസസ് ഇസ് വെരി ലെസ് ആണല്ലോ. അപ്പം അങ്ങനെയുള്ള കേസസിൽ ഓസ്റ്റിയോപോറോസിസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഫ്രാക്ചർ വരും. അപ്പം ആ കേസാണ് നമുക്ക് ഓസ്റ്റിയോപോറോസിസിൻ്റെ M80 എന്നുള്ള കോഡ് അവിടെ ചെയ്യാം. ഓക്കെ, ഞാൻ ട്രോമ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നല്ലൊരു ട്രോമ ഉണ്ടായിട്ട് പേഷ്യൻറ്റിന് കുറേ ഫ്രാക്ചർ ഉണ്ടായാൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരെ പോയി ഏതാണോ ട്രോമ കോഡ്സ് അത് ചെയ്യാം. ഇൻ കേസ് ചെറിയൊരു ട്രോമയാണ്, ആ ട്രോമ കൊണ്ട് ഒരിക്കലും ഒരു പത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ടാവില്ല. ഓക്കെ, ഫ്രാക്ചർ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് നമുക്ക് M80 കോഡ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ വളരെ ചെറുതായിരുന്നു, അപ്പം പഠിക്കാനും വളരെ എളുപ്പമാണ്, വളരെ ചെറുതുമാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം, ബട്ട് നമുക്ക് ജസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ബിക്കോസ് ഓൾറെഡി നമ്മളൊരു 13 ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ 13 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ കുറച്ച് ചാപ്റ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സസൈസ് ആയിട്ട് ICD മൊത്തം ഒന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് CPT സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് Zeal to know. Bye.